ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നും ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നുമാണ് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിയായ നടി 2024 ഓഗസ്റ്റ് 29-നാണ് മുകേഷിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 30-ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും അമ്മയിൽ അംഗത്വം നൽകാമെന്ന് ഉറപ്പ് നൽകിയും തന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് മുകേഷ് എംഎൽഎക്കെതിരായി നൽകിയ പരാതി. 2010-ലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. സംഭവത്തിന്റെ കാലപ്പഴക്കം കേസിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇമെയിൽ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിന്റെ സാഹചര്യ തെളിവുകളും ഇവരെ ഒരുമിച്ച് കണ്ട സാക്ഷികളുടെ മൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. എറണാകുളം മരട് പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എറണാകുളത്തുള്ള വില്ലയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പിന്നീട് തൃശൂരിൽ വെച്ച് സമാന അനുഭവം ആവർത്തിച്ചുമെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതോടെ 2 സ്ഥലങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപ്രകാരമുള്ള കുറ്റപത്രം തയ്യാറാക്കുകയുമാണ് ചെയ്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന് മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു. അതോടെ ആരോപണം ഉന്നയിച്ച നടി പരാതിയിൽ നിന്ന് പിന്നോട്ട് പോയത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ സ്വന്തം നിലയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് സ്വീകരിക്കുകയും കൃത്യമായി തെളിവുകൾ ശേഖരിക്കുകയുമാണ് പ്രത്യേക അന്വേഷണ സംഘം ചെയ്തത്. മുകേഷിനെ കൂടാതെ ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത്. എന്നാൽ സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി നടി അറിയിക്കുകയായിരുന്നു. അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ലെന്നും അവർ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ ഇനിയും ഒരു പെൺകുട്ടിയോടും അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച് ആരും രംഗത്ത് വരരുത് എന്നതായിരുന്നു നടിയുടെ ലക്ഷ്യം. ഇതിനിടയിൽ നടിക്കെതിരെ കള്ളക്കേസുണ്ടാക്കിയെന്നും എനിക്കെതിരായ കേസ് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും നടി കുറ്റപ്പെടുത്തിയിരുന്നു. പോക്സോ കേസ് കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും ആ സ്ത്രീയെയോ അവളുടെ പിറകിലുള്ളവരെയോ പിടിക്കാൻ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു നടിയുടെ ആരോപണം. അതേസമയം പിന്നീട് ഈ നിലപാടും നടി മാറ്റുകയായിരുന്നു. ഇതോടെ പരാതിയിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും മാനസിക സമ്മർദ്ദം മൂലമാണ് പരാതി പിൻവലിക്കാൻ ഒരുങ്ങിയതെന്നും നടി നിലപാട് സ്വീകരിക്കുകയായിരുന്നു. മുകേഷിനെതിരായ കേസിൽ കോടതി തീരുമാനം വരുന്നതുവരെ അദ്ദേഹം എംഎൽഎ സ്ഥാനത്ത് തുടരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും കോടതിയല്ലേ ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്നുമുള്ള നിലപാടിലാണ് പാർട്ടി.